അപ്പാ 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 നീ വന്നിട്ട് അപ്പന്റെ എല്ലാ പിണക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും ഇന്ന് കർട്ടൻ വീഴുകയാണ്. ഇത് റേച്ചൽ മോൾക്കും മെർലിൻ കുട്ടിക്കും ചുരിദാർ. ഇത് അപ്പനുള്ള ടീഷർട്ടും ബർമുഡയും എല്ലാം മെയ്ഡ് ഇൻ മലേഷ്യ. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് വാസോട്ടം കൊണ്ടുവന്ന അപ്പന്റെ പിണക്കം മാറ്റാനുള്ള സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ നമ്മുടെ വീടിന്റെ ആധാരം ഇതാ ഞാനായിട്ട് തിരിച്ചു തരുന്നു. ആശാനെ, ഈ കാശ് വേറെ രീതിയിലൊന്നും ഉണ്ടാക്കിയതല്ല. ഞങ്ങളെ തട്ടിച്ച വാസൂട്ടൻ തന്നെ എല്ലാം തിരിച്ചെടുത്ത് തന്നതാ. അങ്ങോട്ട് കൊടുക്ക്. ഇതങ്ങോട്ട് പിടിക്കപ്പാ. വേണ്ട, അത് നിന്റെ ഈ തന്നെ ഇരുന്നോട്ടെ. ഏക മകനെ ഇനി പെരുവഴിയിലാക്കിയെന്ന് നാട്ടുകാർ പറയണ്ട. നിനക്കും നിന്റെ കൂട്ടുകാർക്കും അവിടെ തോന്നിയതുപോലെ ജീവിക്കാം. ഞാനും എന്റെ ഈ മക്കളും ഇനി അങ്ങോട്ടില്ല. അപ്പൊ ഇത്ര വാശി പാടില്ല. അതേടാ, വാശി തന്നെയാ വാശി. ഞാൻ ചത്ത് മണ്ണടിയുന്നതിന് മുമ്പെങ്കിലും നീയൊക്കെ ഒന്ന് നന്നാവണം എന്നുള്ള വാശി. നിന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് നീ സ്വന്തമായി അധ്വാനിച്ച് ഒരു 100 രൂപയുടെ കാശ് ഈ കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാ? വയസ്സായ അപ്പനെയും പെങ്ങന്മാരെയും നോക്കേണ്ട നീ എന്താ ഇതുവരെ ചെയ്തിട്ടുള്ളത്? കുറെ തട്ടിപ്പും വെട്ടിപ്പും. അല്ലാതെ എന്തെങ്കിലും മാന്യമായ തൊഴിൽ നീ പോയിട്ടുണ്ടാ? വീട് തിരിച്ചെടുത്തതുകൊണ്ട് മാത്രം നീ മാന്യനാവൂല. എടാ, സ്വന്തം നെറ്റിയിലെ വേർപ്പുകൊണ്ട് അധ്വാനിച്ച് ജീവിച്ച് കാണിക്കേ. എന്നിട്ട് ഞാനും എന്റെ മക്കളും അങ്ങോട്ട് വരാം. നീ വിളിക്കാതെ തന്നെ വരാം. അല്ലാതെ കണ്ടവന്റെ ഓശാരം സമ്മാനമായി തന്നിട്ടല്ലടാ അപ്പനും പെങ്ങന്മാരെ സന്തോഷിപ്പിക്കേണ്ടത്. അവന്റെ ഒരു പോടാ. ഞാൻ കൊള്ളരുതാത്തവൻ തന്നെയാ. ഈ നാടിനും വീടിനും ഗുണമില്ലാത്തവൻ തന്നെയാ. പക്ഷെ അപ്പനെ പെങ്ങന്മാരെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് എനിക്ക്. എന്റെ ചങ്കി കുത്തിയാലും വേദനിക്കും. പഠിക്കണ കാലത്ത് ഗുസ്തി എന്ന് പറഞ്ഞ നടന്നോണ്ടാ 10ാം ക്ലാസ് തോറ്റ്. 10ാം ക്ലാസ് തോറ്റാൻ എന്ത് ജോലി കിട്ടാനാ? ദേ നിൽക്കുന്ന BA കാരന് ജോലി കിട്ടില്ല. പിന്നല്ലേ എനിക്ക്. പിന്നെ ബിസിനസ്. അപ്പനൊരു തട്ടുകട ഉള്ളപ്പം എനിക്ക് വേറെ തട്ടുകട ഇടാൻ പറ്റുമോ? എന്നാലും ഞാൻ അവിടെ വന്ന് ദോശ വിട്ട് തന്നിട്ടുണ്ട്, പാത്രം കഴിയിട്ടുണ്ട്. അപ്പനെ അതൊക്കെ മറന്നു കാണും. ഞാൻ മറക്കൂല. ഇനി ഞാൻ എങ്ങനെയാ നന്നാവണ്ടേ? നന്നാവാനുള്ള ലേഹ്യമല്ലുണ്ട് വായിച്ചാ ഞാൻ നന്നാവാം. പക്ഷെ അതിനു മുമ്പ് ടോമിച്ചൻ എനിക്ക് പുറത്തിറക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? അപ്പന്റെ പെങ്ങളുടെ മോനല്ലേ. അപ്പൻ അവന് വേണ്ടി ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി. കോടതിയിൽ വന്ന് കണ്ട കാര്യങ്ങൾക്ക് ഒന്ന് സാക്ഷി പറയണം, അത്രേ ഉള്ളൂ. ഇനി അപ്പന്റെ ശവവും കൂടെ കണ്ട നീ അടങ്ങുമല്ലേ? കഴിഞ്ഞ രാത്രി ആ നടേശ ഇവിടെ വന്നിരുന്നു. കോടതി സാക്ഷി പറയാൻ ചെന്നാ എന്നെ നിന്നെയൊക്കെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞിരിക്കണേ. നീ കാരണം എനിക്കും എന്റെ മക്കൾക്ക് ഈ വാടക വീട്ടിൽ പോലും സമാധാനം ഇല്ലാണ്ടായി. അതുകൊണ്ട് ഒരു കോടതിയിലേക്ക് ഞാനില്ല. നടേശനന്റെ വീട്ടിൽ കയറി കളിച്ചു തുടങ്ങിയല്ലേ? പണിയുണ്ട്. വീട്ടിൽ കയറി വന്ന് എന്റെ അപ്പനെയും പെങ്ങന്മാരെയും ഭീഷണിപ്പെടുത്ത നടേശൻ എവിടെടാ? വീട്ടുകാരുടെ കണ്ണീരും അങ്കലാപ്പും ഒന്നും നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ നിന്നെ പോലെ ചെറ്റയാവാൻ എനിക്ക് പറ്റില്ല. പെങ്ങളെ, ഈ ചെറുക്കനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ട് പോ. എനിക്ക് ഇവനോട് 2 വർഷം പറയാനുണ്ട്. കോടതി വന്ന് സാക്ഷി പറഞ്ഞ നിന്റെ അണ്ണൻ എന്തോ എടുത്തുന്നാ പറഞ്ഞ എന്നെ അപ്പനെയും കൊന്നു കളയുന്ന. എങ്കിൽ ആദ്യം എന്നെ കൊല്ലടാ. ദാ ഇങ്ങനെ വേണല്ലേ ഈ കൈത്തിലോട്ട് കേട്ടെ, അല്ലെ നെഞ്ചിന് താഴെ ചങ്കിലോട്ട് കുത്തിക്കേറ്റെ. കേട്ടടാ, കേട്ടടാ. എന്താ നിന്റെ കൈ വിറയ്ക്കുന്ന? ആണുങ്ങൾ നെഞ്ചു വരിച്ചു എന്നാ വിറയ്ക്കും നിന്റെ കൈ. നിന്റെ അണ്ണൻ വരുമ്പോ ഒരു സന്തോഷ വർത്താനം കൂടെ പറഞ്ഞേക്ക്. നാളെ ടോമിച്ചൻ കോടതിയിൽ മൊഴി മാറ്റി പറയാൻ പോവാ. നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അണ്ണൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ. നമുക്കിനി പരസ്പരം കളിച്ച് തന്നെ ജയിക്കാം. പോട്ടാ. ഈടെ ഒരു കുടുംബത്ത് കയറി ഇങ്ങനെയാണ് പെരുമാറുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് പോരാ. ഇതാരുത്? വട്ടില്ലാന്ന് മനസ്സിലായി. എന്നാലും എന്താണ് ഈ പ്രാർത്ഥിക്കണത്? എന്റെ മോന് വേണ്ടിയാ. നാരായണ, അവൻ നശിച്ചു പോണേ. എന്റെ മോൻ നശിച്ചു പോണേ. ഈ ജന്മം രക്ഷപ്പെടല്ലേ ഭഗവാനെ. നിർത്തല്ലേ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഉടനെ തന്നെ അത് സംഭവിക്കും കേട്ടാ. അവൻ മുടിഞ്ഞു പോണേ ഭഗവാനെ. അവൻ മുടിഞ്ഞു പോണേ, മുടിഞ്ഞു പോണേ. പിന്നീന്ന് ആക്രമിക്കുന്നതാ പന്നി. എന്റെ അമ്മേ. വെരി ഗുഡ്. പ്രാർത്ഥന ഏറ്റു തുടങ്ങി.
ഇനിയെങ്കിലും യാതൊരു വിധത്തിലുള്ള അലിഗേഷനും ഉണ്ടാവാതെ നോക്കണം. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ യൂണിഫോം ഇട്ട ക്രിമിനൽസ് ഉണ്ടെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്താൻ അങ്ങനെയുള്ള ഒരാൾ മാത്രം മതി. സാർ, ഏത് അധികാരമായാലും അത് ജനങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല, അവർക്ക് സേവനം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. എനിവേ, ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. അയാളൊരു ഉപദേശം. എന്താടാ? നീ പേടിക്കണ്ട. കോടതിയിൽ എത്തിയാലല്ല അവൻ മൊഴി മാറ്റി പറയൂ. നാളെ അവൻ കോടതിയിൽ എത്തില്ല. വേണമെന്ന് മൂത്രം ഒഴിച്ചോടാ. നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം നിർത്തിയതാ. കോടതിയിലെത്തിയാൽ നിന്നെ തീർക്കാൻ വേണ്ടി നടേശന്റെ ആൾക്കാർ നിപ്പുണ്ട്. എന്നെ ഒരു ഇടിച്ചിന് നീ ഓടി രക്ഷപ്പെട്ടോ? ആ നമ്പർ അങ്ങ് കയ്യിലിരിക്കട്ടെ സാറേ. ഞാൻ ഓടുമ്പോ സാറിന് വെടിവെക്കാനല്ലേ? രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വെടിവെച്ച് കൊന്നു. സാറിന് വെടിവെക്കാൻ അത്ര പൂതിയുണ്ടെങ്കിലേ അങ്ങ് വീട്ടിൽ പോയി വെടിവെക്ക് സാറേ. അവന് സംഗതി പിടികിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ആ വഴി തന്നെ പോന്നോളൂ. ഉടനെ തന്നെ എൻ്റെ ആളുകൾ വന്ന് പോലീസിനെ ആക്രമിച്ച് അവനെ കടത്തിക്കൊണ്ട് പോരും. താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഓർത്താൽ മതി. വണ്ടി എടുക്കണോ? ആരാടാ നിങ്ങള്? ഇടിച്ചോട്ട് പോടാവന്. കൈ 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 കൈ. സാർ, അവൻ രക്ഷപ്പെട്ടു. ഇവന്മാരേതാ? അയ്യോ അയ്യോ അയ്യോ, നിങ്ങളൊക്കെ ആരാ? സാറേ, ഇത് ഞങ്ങളാ. അപ്പൊ അവനെ കൊണ്ടുപോയതാരാ? ചന്ദ്രപ്പ,
സതീശനെ ഉടനടി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. സർ, CA മോഹൻദാസ് വധക്കേസിലെ യഥാർത്ഥ പ്രതി താങ്കളുടെ സഹോദരൻ സതീശനാണെന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? എന്റെ സഹോദരന്റെ ദുർനടപടികൾ കാരണം ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് ദുഷ്പേരുകൾ കേൾക്കേണ്ടി വന്നുള്ള ഓഫീസറാണ് ഞാനെന്നും സത്യസന്ധമായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. സതീശന് ഈ ഭൂലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും 24 മണിക്കൂറിനകം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും. സതീശൻ സാറിന്റെ ഗോഡൌണിലുണ്ടെന്ന് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് അഭ്യാസം കാണിക്കണോടാ. കഴിവേറി വണ്ടി എടുക്കണോ? മോനെ സതീശ, അണ്ണാ നീ എന്തേ കാണിച്ചേ? അണ്ണൻ നിന്നെ എങ്ങനെയും രക്ഷിക്കില്ലായിരുന്നോ? എനിക്ക് വേറെ നിവൃത്തിയില്ലാന്നിട്ടാ നിന്നെ. അണ്ണാ എനിക്കറിയാണ്ണ, അവന്മാരെ വെറുതെ വിടരുത്. കൊല്ലണം. അപ്പനെയും മോനെയും കൊല്ലണം.